കെ എൻ ഉണ്ണികൃഷ്ണൻ. സാർ, വാണിജ്യാടിസ്ഥാന പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്തൊക്കെ സഹായങ്ങളാണ് കർഷകർക്ക് നൽകി വരുന്നത്? യെസ് മിനിസ്റ്റർ. സാർ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരാവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഹൈബ്രിഡ് ഇനങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളുമെല്ലാം ഇതിനായി തയ്യാറാക്കണം എന്ന് തീരുമാനിച്ചത്. ഹൈബ്രിഡ് ഇനങ്ങളും അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളും തയ്യാറാക്കി നൽകുന്ന ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചതിനെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. കാർഷിക സർവകലാശാല തന്നെ 89 ഇനം അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ, അതിന് 10 ഹൈബ്രിഡാണ്. അതെല്ലാം തയ്യാറാക്കി കർഷകരിലേക്ക് എത്തിക്കുന്ന നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അവരിൽ നിന്ന് നമ്മൾ അർഖാനികിത എന്ന് പറയുന്നൊരു വെണ്ട ഇനമാണ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങിച്ച് അത് കൂടുതലായി കർഷകരിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ പാവൽ പോലുള്ള ഇനങ്ങൾ ഏറ്റവും കൂടുതലായി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഒരെണ്ണമാണ് പാവൽ. കേരള കാർഷിക സർവകലാശാല പുതിയ ഇനങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടുതലായി കർഷകരിലേക്ക് എത്തിക്കാൻ സാധാരണഗതിയിൽ ഒരു ഹെക്ടറിൽ നിന്നൊരു 25 ടൺ കിട്ടുന്നിടത്ത് കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഈ 2 ഇനങ്ങൾ പ്രജനി, പ്രഗതി എന്നിവ 37ഉം 40ഉം ഒക്കെ ടൺ ഒരു ഹെക്ടറിൽ നിന്ന് ലഭ്യമാക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഇത് സംഭരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുള്ള സംവിധാനം കൂടി ഏർപ്പെടുന്ന ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, അതിൻ്റെ വിളവെടുപ്പ്, അത് വിപണനം ചെയ്യുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കർഷകരെ സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്.